പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറുകയാണ്. നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്ന എല്ലാവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണയും കൃപയും വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യാശയോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇത് അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ്, ദൈവകരുണയുടെ മണിക്കൂറാണ്. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ആ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണ നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവകരുണ നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ചില വഴികൾ നാം മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ദൈവം കരുണയാൽ സമ്പന്നമാണ്. പറഞ്ഞാൽ ദൈവകരുണയുടെ സമൃദ്ധി ദൈവത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദൈവകരുണയ്ക്ക് ഒരു കുറവും വരില്ല. നമ്മെ സൂചിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഇക്കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രണ്ട് വചനഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെട്ടിരിക്കാം. ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവം സമ്പന്നനാണ്. ദൈവത്തിൻ്റെ സമ്പന്നതയിൽ പ്രധാനപ്പെട്ട ഒരു സമ്പന്നതയാണ് കരുണ. കരുണയാൽ സമ്പന്നം. ഈ ദൈവം പറയാണ്, ഞാൻ സമ്പന്നനാണ്, നിന്നെ സമ്പന്നതയിലേക്ക് നയിക്കാൻ എനിക്ക് കഴിയും. പറയണ്ട, ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഈ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ആ സമ്പന്നത നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമുക്ക് സാമ്പത്തികമായ സമ്പന്നത അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവകരുണ. കാരണം ഭക്ഷണത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, ആരോഗ്യത്തിനേക്കാൾ നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കരുണ എന്നുള്ളത്. വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പണ്ട് ഈ വചനം പറയുകയാണ്, ഞാൻ സമ്പന്നനാണ്, നിന്നെ സമ്പന്നതയിലേക്ക് നയിക്കാൻ എനിക്ക് സാധിക്കും. ഈ ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് വിശ്വാസത്തോടെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കരുണയുടെ സമ്പന്നത, കരുണയാകുന്ന സമ്പത്ത് നമുക്ക് ലഭ്യമാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വചനമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വചനം. അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. റോമാ 8:32. പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്വപുത്രനെ പോലും അവിടുന്ന് നമുക്ക് നൽകി. യോഹന്നാൻ 3:16 സന്ദേശം അതാണ്. ഈ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നഷ്ടമാകാതിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ, തൻ്റെ ഏകജാതനെ ദൈവം നമുക്കായി നൽകി. അതായിരുന്നു ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഈ പുത്രനെ നൽകിയ ദൈവം അതോടൊപ്പം മറ്റ് കൃപകൾ, അനുഗ്രഹങ്ങൾ നൽകാതിരിക്കുമോ? അതാണ് ഈ റോമാ 8:32 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തരും. ദൈവകരുണയുടെ സമൃദ്ധി ദൈവം നമ്മുടെ മേൽ ചൊരിയും. സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ പുത്രൻ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത അത്രയും വലിയ കഷ്ടപ്പാടുള്ളതല്ല ഒരു കരുണയുടെ അഭിഷേകം
ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കരുണയുടെ സമ്പന്നത, കരുണയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയും. ഇത് സ്വന്തമാക്കാൻ നമുക്ക് ചെയ്യാവുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ലോകത്തിന് അനുരൂപരാകരുത്. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണ പ്രാപിക്കാൻ യോഗ്യതയുണ്ടാകും. ലോകത്തിന് അനുരൂപരാകരുത്. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതുതന്നെയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ലോകത്തിൻ്റെ സ്വന്തമാകാതെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറണം. അങ്ങനെയുള്ളവർക്ക് ദൈവ കരുണയ്ക്ക് ഒരു കുറവും വരില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2-ാമത്തെ കാര്യം, യേശുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാമത്തെ വചനം എടുക്കുമ്പോൾ പൗലോസ്ലീഹ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അനുകരിക്കുക, ഇമിറ്റേറ്റ് മീ. അങ്ങനെ പറയാൻ കാരണം പൗലോസ് യേശുവിനെ അനുകരിച്ച വ്യക്തിയാണ്. ലോകത്തിന് അനുരൂപനായില്ല, യേശുക്രിസ്തുവിനെ അനുഗമിച്ചു, യേശുക്രിസ്തുവിനെ അനുകരിച്ചു. ഈ 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. ഏതാനും വചനങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ 2 കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമത്തെ നമ്മൾ കണ്ടു, ലോകത്തിന് അനുരൂപരാകരുത്. ഏതാനും വചനങ്ങൾ നമുക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം 16:26 എല്ലാവർക്കും സുപരിചിതമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? പറയുണ്ട്, ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് ആത്മരക്ഷ. ഈ വചനം കൃത്യമായിട്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തിൽ ജീവിക്കാൻ മേലെന്ന് പറഞ്ഞിട്ടില്ല, ലോക വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തെയോ ലോക വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ഡു നോട്ട് ഫോൾ ഇൻ ലവ് വിത്ത് ദം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ സ്നേഹിക്കുന്നവരിൽ ദൈവസ്നേഹം ഉണ്ടാകില്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. പറയുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ ലോകത്തെ പ്രണയിക്കരുത്, ലോക വസ്തുക്കളെ സ്നേഹിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. പറയുണ്ട്, സാത്താനെ ചെറുത്ത് നിൽക്കാൻ, ലോകത്തെ ചെറുത്ത് നിൽക്കാൻ, ലോകമോഹങ്ങളെ ചെറുത്ത് നിൽക്കാൻ ഓരോ ദൈവമക്കൾക്കും സാധിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, സൗഹൃദമുണ്ടാകും എന്നുള്ളത് യാക്കോബ് നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം കൂടി എടുത്താൽ, ലൂക്ക 16:15 അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, മനുഷ്യർക്ക് ഉത്കൃഷ്ടമെന്ന് തോന്നുന്നത് ദൈവത്തിന് നികൃഷ്ടമായിരിക്കാം. ഇന്ന് ലൗകിക സമ്പത്ത്, പേര്, പ്രശസ്തി, ഇങ്ങനെയുള്ള പലതും മനുഷ്യർക്ക് ഉത്കൃഷ്ടമാണ്. ലോകം ഉത്കൃഷ്ടമായി കാണുന്ന കാര്യങ്ങൾ, അതിലേക്കെല്ലാം ലോകം നമ്മെ മാടി വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വചനം പറയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന് നികൃഷ്ടമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ നിബദിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പറയുണ്ട്, ദൈവം ഇഷ്ടപ്പെടുന്നത് ദൈവമക്കൾ ഇഷ്ടപ്പെടണം. ദൈവം വിലമതിക്കുന്നത്
ദൈവമക്കൾ വിലമതിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചില ബന്ധനത്തിൽ കഴിയുന്ന ആൾക്കാർ, ചിലരെ സംബന്ധിച്ചിടത്തോളം ജഡമേ ശരണം, ജഡമാണ് അവർക്കെല്ലാം. അല്ലാതെ ജഡസുഖമാണ് അവർക്ക് എപ്പോഴും വേണ്ടത്. അങ്ങനെയുള്ളവർ, ജഡികരായി ജീവിക്കുന്നവർ തീർച്ചയായും മരിക്കും എന്നുള്ളത് റോമാലേഖനം 8:13 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ജഡമോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നുള്ളത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:16 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യെശയ്യ 40:6 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ജഡം തൃണമാണ്. ഒരു പുഷ്പം വിരിഞ്ഞ് അത് വാടിക്കൊഴിഞ്ഞു വീഴുന്നത് പോലെ കുറേ കഴിയുമ്പോൾ ഈ ജഡത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരം അതിവിടെ അവസാനിക്കും. എന്നാൽ മരണമില്ലാത്ത ഒരാത്മാവ് നമുക്കുണ്ട്. ആത്മാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. മറ്റു ചിലരെ കാണാൻ സാധിക്കും, അവർക്ക് പണമേ ശരണം, ധനമാണ് അവരുടെ ദൈവം. അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ദൈവത്തെ നമ്മൾ സേവിക്കണം, അല്ലെങ്കിൽ മാമ്മോൻ, രണ്ടും ഒന്നിച്ചു പോകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതം അതാണ് എല്ലാം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഈ ലോക ജീവിതം യെശയ്യാ 22 വായിക്കുമ്പോൾ 13 മുതലുള്ള വചനങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ചിലർ സ്വയം ചിന്തിക്കുകയും ഏറ്റുപറയുകയും ചെയ്തൊരു കാര്യമുണ്ട്, ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുമെന്ന് അറിയില്ല. പറയുണ്ട്, ഉള്ളിടത്തോളം കാലം തിന്ന് കുടിച്ച് സുഖിച്ച് മതിക്കാം. കർത്താവ് പറഞ്ഞത് ഈ പാപം അവരുടെ മരണം വരെ ഞാൻ മറക്കില്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ്. പറയുണ്ട്, ഇതിനുപരിയായി നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർക്കാണ് യേശുവിനെ അനുകരിക്കാൻ സാധിക്കുക. ബൈബിളിൽ ഒരുപാട് വചനഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദൈവം കാരുണ്യവാനായിരുന്നു എന്നുള്ളത് എടുത്തു പറയുന്ന വചനങ്ങൾ. അതുപോലെ തന്നെ യേശുവിനെക്കുറിച്ച്, യേശു അലിവുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു, ഇതെല്ലാം തെളിയിക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാം, കാരണം ഈ അലിവുള്ള കരുണയുള്ള ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് അനുരൂപരാകാതെ യേശുവിനെ അനുകരിക്കുന്നവരായി മാറുമ്പോൾ ദൈവകൃപയുടെ സമൃദ്ധി നമുക്കുണ്ടാകും. ഈ ദൈവകരുണയ്ക്ക് ഒരു കുറവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കാം. ആത്മീയ ഭോജ്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ ശിഥിലമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബം ശിഥിലമാകാതിരിക്കാനും ശിഥിലമായ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.